കാത്തിരിപ്പിന് ഒരു അവസാനമില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒന്നും സംഭവിക്കുന്നേ ഇല്ല എന്ന് തോന്നുമ്പോഴും ദൈവം സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങൾക്കൊരു പ്രത്യാശയും നല്ലൊരു ഭാവിയും നൽകി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു സന്ദർശന കാലമുണ്ട്. അത് കഴിയുമ്പോൾ ഈ സ്ഥലത്തേക്ക് ദൈവം മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. കാത്തിരിപ്പ് കാലദൈർഘ്യം തോന്നുമ്പോഴും ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഈ വാക്യം ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ അവനിലേക്ക് തിരികെ കൊണ്ടുവരുവാനും നമ്മെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് പ്രത്യാശയും നല്ലൊരു ഭാവി നൽകുവാനും ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ സമയം തികഞ്ഞതാണ് എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എപ്പോൾ പ്രവർത്തിക്കണമെന്ന്, തൻ്റെ പദ്ധതികൾ എങ്ങനെ സാക്ഷാത്കരിക്കണമെന്നും ദൈവത്തിന് നന്നായി അറിയാം. നമ്മെ ഉപദ്രവിക്കുവാനല്ല, നമ്മെ ദ്രോഹിക്കുവാനല്ല, നമ്മെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ ഒരു പ്രത്യാശയും ഭാവിയും നൽകുവാനും നമ്മെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാനും ദൈവം ആഗ്രഹിക്കുന്നു. കാത്തിരിക്കേണ്ടി വരുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് എന്ന് ഓർത്ത് മടുത്തു പോകാതെ നമുക്ക് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ഗോഡ് ബ്ലസ് യു.